നമ്മുടെ ഫോണിൽ എങ്ങനെ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ വാട്സപ്പ് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെയാക്കാം, വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്നത് എങ്ങനെ തടയാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഫോണിൽ ഡാറ്റ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റുള്ള ആൾ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും. പക്ഷെ നമ്മളത് ബ്ലൂ ടിക്ക് ആയി കഴിഞ്ഞാലാണ് നമുക്ക് മെസ്സേജ് കാണുക. ബ്ലൂ ടിക്ക് ആയിക്കില്ലെങ്കിൽ നമുക്ക് ഡബിൾ ടിക്ക് ആയാൽ നമുക്ക് മെസ്സേജ് വന്നു എന്നാണ് നേരെ ഓപ്പോസിറ്റുള്ള ആൾക്ക് കാണാൻ പറ്റുക. എങ്ങനെ നമുക്കത് ഈ വാട്സപ്പ് മാത്രം നമുക്ക് എങ്ങനെ നെറ്റ് ഓഫാക്കി വെക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നേരെ പോകേണ്ടത് സെറ്റിങ്സിലേക്കാണ്. സെറ്റിങ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണും. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്നുണ്ടാവും, താഴെ നെറ്റ്വർക്ക് യൂസേജ് എന്നുണ്ടാവും, പിന്നെ യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്നുണ്ടാവും, പിന്നെ പ്രോക്സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രോക്സി എന്നുള്ള ഒരു ഓപ്ഷന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം രണ്ട് ഓപ്ഷൻ അവിടെ ഉണ്ടാവും, യൂസ് പ്രോക്സി പിന്നെ ഡിസ്കണക്റ്റ് എന്ന്. ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചത് കൊണ്ടാണ് എൻ്റെ മുകളിൽ ഡിസ്കണക്റ്റിൻ്റെ മുകളിൽ ആ ഒരു നമ്പർ കാണുന്നത്, 1.1.1.1 എന്നുള്ള നമ്പർ കാണുന്നത്. നിങ്ങൾ ആ ഡിസ്കണക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ നമ്പർ അവിടെ കൊടുക്കുക, 1.1.1.1 എന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ, ഈ ഒരു നമ്പർ അവിടെ കൊടുത്തതിന് ശേഷം മുകളിൽ സേവ് എന്നുണ്ടാവും. ആ സേവ് എന്നുള്ള ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ച് യൂസ് പ്രോക്സി എന്നുള്ള ഒരു ഓപ്ഷനിൽ ഓണാക്കി വിടുക. ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ടായി. നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വരില്ല. നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വരില്ല. നമുക്കത് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ മുകളിൽ ഇത് കണ്ടോ, എറർ എന്നുണ്ടോ, വാട്സപ്പ് കണക്ഷൻ കട്ടായത്. ഇതുപോലെയാണ് വാട്സപ്പിലേക്കുള്ള നെറ്റ് കണക്ഷൻ നമ്മൾ കട്ട് ചെയ്യുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തിരിച്ച് നെറ്റ് കണക്ഷൻ വേണമെങ്കിൽ അതുപോലെ തന്നെ പ്രോക്സി ഓഫാക്കി വിട്ടാൽ മതി. ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും.